ഹേ വെൽക്കം ബാക്ക്. ഇന്നൊരു ബൈക്ക് എൻതൂസിയാസ്റ്റ് ആവാൻ ഒരു ബെസ്റ്റ് ടൈമാണല്ലേ. നമ്മൾ 90s 80s കിഡ്സിന് ഏത് ബൈക്സ് ഉണ്ടായിരുന്നത്? നമുക്ക് CBC ഉണ്ടായിരുന്നു, കരിസ്മ ഉണ്ടായിരുന്നു, അതുപോലെ RXZ ഉണ്ടായിരുന്നു, RX100 ഉണ്ടായിരുന്നു, സുസുക്കി ഷോഗൺ ഉണ്ടായിരുന്നു. എല്ലാം ഒരു 200cc 300cc താഴെയുള്ള വണ്ടികളായിരുന്നു. പക്ഷെ ഇന്നത്തെ പിള്ളേരെ ആലോചിച്ച് നോക്കി, ഇല്ലാത്ത വണ്ടികളുണ്ടോ? ഡുക്കാട്ടി, BMW, ട്രയംഫ്, സുസുക്കി, യമഹ, ഹോണ്ട, എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. എല്ലാ ബ്രാൻഡ്സും ഉണ്ടെന്ന് മാത്രമല്ല, ആ ബ്രാൻഡ്സ് കേരളത്തിൽ നിന്ന് മേടിക്കാം, ഇവിടെ സർവീസ് ചെയ്യാം. സൂപ്പർ സ്പോർട്ട് ബൈക്കുകൾ മുതൽ പവർ ക്രൂസേഴ്സ് വരെ ഇന്ന് കേരളത്തിലുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടൈം ടു ബി എ ലൈഫ്. നമുക്ക് സ്പോർട്സ് ബൈക്കിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ക്രൂസറിൻ്റെ കംഫർട്ടും ഒരു ടൂറിംഗ് ബൈക്കിൻ്റെ ടൂറിംഗ് കേപ്പബിലിറ്റീസും ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിലോ, അങ്ങനെ ഒരു വണ്ടി ഉണ്ടെങ്കിലോ, എന്നാൽ അങ്ങനെ ഒരു വണ്ടി ഉണ്ട്, നമുക്കറിയാം. അത് ADV ബൈക്സ് ആണ്, അഡ്വഞ്ചർ ബൈക്സ്. അഡ്വഞ്ചർ ബൈക്കിനെ നമുക്കൊരു സ്വിസ് നൈഫായിട്ട് കമ്പയർ ചെയ്യാം, ഒരു സ്വിസ് ആർമി നൈഫ്. നമുക്കറിയാം സ്വിസ് ആർമി നൈഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൂളാണ്. പക്ഷെ ആ ടൂളിനകത്ത് 15 വ്യത്യസ്ത ടൂളുകൾ വേറെയുണ്ട്. ആ ടൂളുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. സോ ADV ബൈക്കിനെ ബൈക്കുകളുടെ ലോകത്തെ സ്വിസ് ആർമി നൈഫായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇന്ന് നമ്മുടെ ഈ സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്, ഒരു സ്പെഷ്യൽ സ്വിസ് ആർമി നൈഫിനെയാണ്. ഒരു ജാപ്പനീസ് സ്വിസ് ആർമി നൈഫ്, ഒരു പ്രിസിഷൻ മെഷീൻ, സുസുക്കി 800D. ഇന്ന് നമ്മൾ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിരിക്കും ചെയ്യുക. ഓൾമോസ്റ്റ് 150 കിലോമീറ്റേഴ്സ് നമ്മൾ ഹൈവേയിലും സിറ്റി കണ്ടീഷൻസിലും അതുപോലെ ഓഫ് റോഡും ഈ ബൈക്കിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കേപ്പബിലിറ്റീസ് നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് അടുത്തറിയാം, ആൻഡ് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി എല്ലാ സൈഡ്സും നമുക്ക് അടുത്ത് മനസ്സിലാക്കാം. കം ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അഡ്വഞ്ചർ ബൈക്സിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഉണ്ട്. ഓൾമോസ്റ്റ് 100-year-old ഹിസ്റ്ററി. 1920s മുതൽക്ക് UK അഡ്വഞ്ചർ ബൈക്സിൻ്റെ ഒരു പൂർവികന്മാരെ കണ്ടു തുടങ്ങി. അതായത് അവിടെ ഇഷ്ടംപോലെ മഴ ലഭിക്കുന്നതുകൊണ്ട് അവിടെ സ്ലഷിലൊക്കെ അല്ലെങ്കിൽ മഡിലൊക്കെ ചെറിയ ചെറിയ റേസ് നടത്തുന്ന ആൾക്കാർക്ക് താല്പര്യമാണ്. ട്രയൽ റേസസ് എന്നായിരുന്നു അന്ന് അതിനെ വിളിച്ചിരുന്നത്. സോ അന്ന് UK ഓട്ടോ സൈക്കിൾ ക്ലബിൻ്റെ ട്രയൽ റേസൊക്കെ നടക്കുമായിരുന്നു. സ്കോട്ട്ലൻഡിലും സമാനമായിട്ട് സ്കോട്ടിഷ് 6-day ട്രയൽസ് അന്ന് 20s തന്നെ നടക്കുമായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ മഡിലും സ്ലഷിലും കൂടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആര് അപ്പുറത്തെത്തുന്നോ അവരായിരുന്നു ജയിച്ചിരുന്നത്. അങ്ങനെ വലിയ കാര്യമായിട്ട് റൂൾസ് ഒന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഭയങ്കര ഒരു ഹിറ്റ് സ്പോർട്ടായി മാറി, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അതാണ് അതിൻ്റെ ഒരു ഏർലി ഫോം ഓഫ് അഡ്വഞ്ചർ റേസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ശരിക്കും പറഞ്ഞാൽ ബൊറോ സുപ്പീരിയർ എന്ന് പറയുന്ന ബൈക്കൊക്കെ വരെ ആൾക്കാർ സ്ക്രാംബ്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഫോട്ടോയിൽ ആ ബൈക്കിൻ്റെ പിക്ചർ നോക്കിയാൽ കാണാം, അതിൻ്റെ എക്സോസ്റ്റ് ശരിക്കും പൊക്കിയാണ് വെച്ചേക്കണേ. അതുപോലെ തന്നെ അന്നത്തെ ബൈക്കുകൾ വെച്ച് അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടുതലുമാണ്. സോ ഇതൊക്കെ പ്രൂഫാണ് അന്നും സ്ക്രാംബ്ലർ റേസിംഗ് വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്. 1950s ഒക്കെ ആയപ്പോഴത്തേക്കും UK പതുക്കെ ഈ ട്രെൻഡ് US വന്നു തുടങ്ങി. നമ്മുടെ ഹാർലി ഡേവിഡ്സൺ തന്നെ ആ ടൈമിൽ XLC സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞൊരു മോഡൽ ലോഞ്ച് ചെയ്തിരുന്നു കുറച്ച് നാളത്തേക്ക്. കാരണം ഹാർലി ഡേവിഡ്സൺ ഇസ് നോൺ ഫോർ ക്രൂസർ ബൈക്സ്. പക്ഷെ അവരും ആ ട്രെൻഡിനെ ക്യാപിറ്റലൈസ് ചെയ്ത് നോക്കി. അങ്ങനെ 60s 70s ഒക്കെ ഈ സ്ക്രാംബ്ലർ യുഗമായിരുന്നു. അമേരിക്കൻ ഐക്കൺ ആയിട്ടുള്ള സ്റ്റീവ് മെക്വീൻ്റെ ഒരു ഫേമസ് ഫോട്ടോ ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഹസ്കിയുടെ സ്ക്രാംബ്ലർ ഓടിച്ച് ഷർട്ടൊന്നും ഇടാതെ ഇങ്ങനെ ബീച്ചിൽ കൂടെ ഓടിച്ചുകൊണ്ടിരുന്നത്. ആൾക്കാർക്കൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അങ്ങനെ സ്ക്രാംബ്ലേഴ്സ് ജസ്റ്റ് കോട്ട് ഓൺ. പിന്നെ യമഹ ഒരു 68 ഒക്കെ ആയപ്പോഴത്തേക്കും DT1 എന്ന് പറഞ്ഞ മോഡൽ ലോഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് XT500 എന്ന് പറഞ്ഞ് പിന്നീട് കുറച്ച് 70s ഒക്കെ ആയപ്പോഴത്തേക്ക് XT500 ലോഞ്ച് ചെയ്തു. ഇതൊക്കെ ADVകളുടെ ഒരു പൂർവികരെന്ന് വിളിക്കാവുന്ന വണ്ടികളാണ്. 1980s ആയപ്പോഴത്തേക്കും ഇന്നത്തെ ഒരു ലെജൻഡിൻ്റെ പൂർവികനെ BMW ലോഞ്ച് ചെയ്തു. ദി R80 GS, ഗലാൻഡർ സ്ട്രാസ GS80. ഗലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറൈൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ആൻഡ് സ്ട്രാസ ഇസ് സ്ട്രീറ്റ്. സോ ഓഫ് റോഡ് ആൻഡ് സ്ട്രീറ്റ് രണ്ടിടത്തും ഒരേപോലെ ഉപയോഗിക്കാവുന്ന വണ്ടിയാണ് ഈ R80 GS. ഈ ജർമ്മൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് കറക്റ്റ് ചെയ്തേക്കണേ, ഞാൻ എൻ്റെ ഊഹം വെച്ച് പറഞ്ഞതാണ്. സോ ഗലാൻഡർ സ്ട്രാസ R80 GS വന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒരു 84 ആയപ്പോഴത്തേക്കും അതിൻ്റെ ഇവോൾവ് വേർഷൻ R100 GS വന്നു. പിന്നീട് അങ്ങോട്ട് അഡ്വഞ്ചർ ബൈക്സ് ജസ്റ്റ് കോട്ട് ഓൺ. കുറച്ച് കഴിഞ്ഞ് ഈ അഡ്വഞ്ചർ ബൈക്ക് സെഗ്മെൻറ്റിന് തന്നെ കുറച്ചും കൂടെ വ്യത്യാസം വന്നു. അതായത് ഇപ്പോൾ ബേസിക് ഡേർട്ട് ബൈക്സിനെ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡേർട്ട് ബൈക്സിനെ എൻഡ്യൂറോ എന്ന് വിളിച്ചു തുടങ്ങി. ഈ എൻഡ്യൂറോനേക്കാളും കുറച്ചും കൂടെ ഹെവിയർ ആയിട്ടുള്ള റോഡ് ലീഗലായിട്ടുള്ള ബൈക്സിനെ ഡ്യുവൽ സ്പോർട്ട് ബൈക്സ് എന്ന് വിളിച്ചു തുടങ്ങി. ആൻഡ് ഡ്യുവൽ സ്പോർട്സിൻ്റെ ഏറ്റവും ഫുള്ളി കിറ്റഡ് ഔട്ട് ആൻഡ് കുറച്ചും കൂടെ ഹെവിയർ ആയിട്ടുള്ള വേർഷനെ അഡ്വഞ്ചർ ബൈക്സ് എന്ന് വിളിച്ചു തുടങ്ങി. സോ മൂന്ന് കാറ്റഗറിയിലും ഇഷ്ടം പോലെ ലെജൻഡറി ബൈക്സ് ഉണ്ട്.
എൻഡ്യൂറോ നമുക്കറിയാം CRF പോലത്തെ ബൈക്സ് ഒക്കെ ഉണ്ട്, KLX ഉണ്ട് കവാസാക്കിയുടെ. ഇനി എൻഡ്യൂറോ നോക്കുകയാണെങ്കിൽ സുസുക്കിയുടെ തന്നെ ലെജൻഡറി DR350 ഉണ്ട്, DR650 ഉണ്ട്, അതുപോലെ കവാസാക്കിയുടെ KLR 650 ഉണ്ട്, ഹോണ്ടയുടെ ട്രാൻസാൽഫ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്ക ട്വിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്യുവൽ സ്പോർട്ട് എന്ന് വിളിക്കാം. ഒരുപാട് ഡിഫറെൻറ്റ് ബൈക്സ് ഉണ്ട് ഈ ഡ്യുവൽ സ്പോർട്ട് കാറ്റഗറിയിൽ. പിന്നെ ADVs നമ്മൾ ഈ പറഞ്ഞ GS-ഉം ട്രയംഫ് ടൈഗറും ഡുക്കാട്ടിയുടെ മൾട്ടിസ്ട്രാഡയും അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ADV ബൈക്സും ഉണ്ട്. ഇവൻ നമ്മുടെ V-Storm 650ക്ക് ഒരു ബിഗർ വേർഷൻ ഉണ്ട്, V-Storm 1050. അത് ഇതിനേക്കാളും കുറച്ചും കൂടെ ബിഗർ എഞ്ചിനുള്ള ഒരു പ്രോപ്പർ ADV ആണ്. സോ ADVക്ക് ഇന്ന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്, ഒരുപാട് ആ സെഗ്മെൻറ്റ് ഗ്രോ ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ ഇന്ത്യ. നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ റോഡിനും ഇത് ശരിക്കും ഒരു SUVയുടെ ഒരു ബൈക്ക് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓഫ് റോഡ് പോകാൻ പറ്റും, റോഡിൽ നല്ല റോഡ് പ്രസൻസ് ഉണ്ട്, ആവശ്യത്തിന് പെർഫോമൻസും ഉണ്ട്, കംഫർട്ടബിളും ആണ്. ദിസ് ഇസ് ദി SUV എമംഗ്സ് ബൈക്സ്. ഇനി ADVയുടെ നമ്മുടെ ജനറേഷനിലെ ഒരു പോപ്പ് കൾച്ചർ റെഫറൻസ് പറയുകയാണെങ്കിൽ 2004 ഒരു സീരീസ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ 90s കുറേ പേർക്ക് ഓർമ്മയുണ്ടാവാം, ലോങ് വേ റൗണ്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ആക്ടർ ഈവൻ മെഗ്രിഗോറും പുള്ളിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ചാർലി പൂർമൻ, ഇവർ രണ്ടുപേരും കൂടി ഒരു BMW R1200 GS കൊണ്ട് ലോകം ചുറ്റാനിറങ്ങിയ സീരീസ്. ഞാനൊക്കെ ആ സീരീസ് ടൊറൻറ്റിൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ആ ടൈമിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം നമ്മൾ ഈ അഡ്വഞ്ചർ ബൈക്ക് കൊണ്ട് ഇവർ 2 ഫ്രണ്ട്സും വേൾഡ് കറങ്ങാനിറങ്ങിയൊക്കെയാണ്. പിന്നെ അതിനെ ഡോക്യുമെൻ്റ് ചെയ്യണം. ആ സിനിമയുടെ ആ സീരീസിൻ്റെ ഒരു റെഫറൻസ് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി സിനിമയിൽ കാണിക്കുന്നുണ്ട്, ആ ബുക്ക്. സോ അത് നമ്മുടെ ജനറേഷൻ്റെ ഒരു ADV പോപ്പ് കൾച്ചർ റെഫറൻസ് ആണ്. അപ്പോൾ ഹിസ്റ്ററിയുടെ പാട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് വണ്ടിയെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇത് ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഡ്വഞ്ചർ ബൈക്ക് ഉണ്ട്, എൻഡ്യൂറോസ് ഉണ്ട്, ഡ്യുവൽ സ്പോർട്ട് ഉണ്ട്. സോ ദിസ് കംസ് അണ്ടർ അഡ്വഞ്ചർ ബൈക്ക് കാറ്റഗറി. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അഡ്വഞ്ചർ മിഡിൽ വെയ്റ്റ് കാറ്റഗറി എന്ന് വരും. ഫുൾ സൈസ് ബൈക്സ് നമുക്കറിയാം, BMWൻ്റെ GS 1300 അല്ലെങ്കിൽ ഡുക്കാട്ടിയുടെ മൾട്ടിസ്ട്രാഡ പോലത്തെ ബൈക്സാണ്. ഇത് അതിന് തൊട്ട് താഴെയുള്ള കാറ്റഗറിയാണ് മിഡിൽ വെയ്റ്റ്. സോ സൈസ് വൈസ് പക്ഷേ ഓൾമോസ്റ്റ് ഒരു GSൻ്റെ അത്ര തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ എൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കാം, ഞാനിപ്പോൾ 5'9" 5'10" ഇടയ്ക്കുള്ള പൊക്കാണ്. 5'9" പുറപ്പെട്ടു, 5'10" എത്തിയില്ല. സോ എൻ്റെ ഹൈറ്റിനെ കുറിച്ച് ഏതാണ്ടൊരു ധാരണയായാലും ഈ വണ്ടിയുടെ ഹൈറ്റ് കണ്ടു, ഇതിൻ്റെ ഫെയറിംഗ് വരുന്ന ഹൈറ്റ് കണ്ടു, ഓൾമോസ്റ്റ് എൻ്റെ ചെസ്റ്റ് ലെവൽ വരുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം വിഡ്ത്തും ഉണ്ട്. നല്ല ഒരു റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെക്സ്റ്റ് ലെവൽ. റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നല്ല സൂപ്പറായിട്ട് വണ്ടി നോക്കുന്നുണ്ട്. V-Storm 800 ശരിക്കും നമ്മുടെ 650 റീപ്ലേസ് ചെയ്യുന്ന മോഡലാണ്. 650യുടെ ഡിസൈൻ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഓൾഡ് സ്കൂൾ ഡിസൈൻ എന്ന് പറയാം. പക്ഷേ ഇത് ഒരു 2024 മോഡൽ നിലയ്ക്ക് ശരിക്കും ഒരു മോഡേൺ സ്റ്റൈലിംഗ് ക്യൂസ് അവർ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ സ്റ്റാക്ഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സും ഈ പറയുന്ന ഒരു ഫ്രണ്ട് ഫെയറിങ്ങിൻ്റെ സ്റ്റൈലും ഈ ബീക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 650യുടെ ഒരു മോഡേൺ എവല്യൂഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഒരു പ്രൈമറി ലാമ്പ് ഇവിടെ വരുന്നുണ്ട്, LED ഹെഡ് ലാമ്പ്സാണ് ഉള്ളത്. പിന്നെ ഈ ബീക്കും ഒരു നല്ലൊരു എന്താ പറയുക ഒരു GSൻ്റെ ഒക്കെ പോലെ തന്നെ സ്റ്റൈലിൽ വരുന്നുണ്ട്. ഇനി ഷോക്സ് നോക്കുകയാണെങ്കിൽ അപ്സൈഡ് ഡൗൺ ഷോവ ഷോക്സ് ആണ്. അതിന് ഏകദേശം 220 mm ട്രാവൽ ഉണ്ട്. നല്ല ഷോക്ക് ട്രാവലാണ് നമ്മുടെ 800Dക്ക് ഉള്ളത്. ഇനി അതിൻ്റെ ബ്രേക്സ് നോക്കുകയാണെങ്കിൽ ട്വിൻ ഡിസ്ക് ബ്രേക്സാണ് ഉള്ളത്. പിന്നെ ഷോക്സിലൊരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രീലോഡും ഡാമ്പിങ്ങും റീബൗണ്ടും 3 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ കാണുന്ന ഈ ഒരു പ്രൊവിഷനിലാണ് നമുക്കിതിന് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ റൈഡ് ചെയ്യുന്ന കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോൾ ഹൈവേയിലാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ സെറ്റിംഗ് വെക്കാം, ഓഫ് റോഡ് പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്റ്റിഫ് ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മുടെ വെയിറ്റും നമ്മുടെ റൈഡിംഗ് പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഷോക്കിന് ട്രാവലും മൂവ്മെൻറ്റും ഡാമ്പിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ എഞ്ചിനും അതുപോലെ ഇലക്ട്രോണിക് എയ്ഡ്സും നോക്കാം. എഞ്ചിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട്, അതുകൊണ്ട് ആദ്യം ഇലക്ട്രോണിക് എയ്ഡ്സ് തീർത്തിട്ട് നമുക്ക് എഞ്ചിനിലേക്ക് പോകാം. ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ SDMS ആണ്, അതായത് സുസുക്കി ഡ്രൈവ് മോഡ് സെലക്ടർ. ബേസിക്കലി നമ്മുടെ പഞ്ചിൽ കണ്ടില്ലേ ത്രോട്ടിൽ മോഡുലേഷൻ ചെയ്യുന്ന പരിപാടി, അതായത് പവർ മോഡ്, സ്പോർട്ട് മോഡ് ആൻഡ് സിറ്റി മോഡ്. സോ SDMSൽ 3 മോഡാണുള്ളത്. ഒന്ന് അതിൻ്റെ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ആക്റ്റീവ് മോഡ്, രണ്ടാമത്തത് അതിൻ്റെ ബേസിക് എന്ന് പറയുന്ന മിഡിൽ ലെവൽ മോഡ്, ഇനി മഴയത്തും അതുപോലത്തെ സ്ലിപ്പറി കണ്ടീഷനിലേക്ക് ഓടിക്കാനായിട്ട് തേർഡ് മോഡായിട്ടുള്ള കംഫർട്ട് മോഡ്. ഇനി ട്രാക്ഷൻ കൺട്രോൾ വരികയാണെങ്കിൽ 2 ലെവൽ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. അതിൽ ഒരു ലെവലിൽ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഓഫ് റോഡൊക്കെ പോകുകയാണെങ്കിൽ ലെവൽ 1 ഇട്ട് കഴിഞ്ഞാൽ അധികം ഇൻ്റർഫിയറൻസ് ഉണ്ടാവില്ല. നോർമൽ സിറ്റി കണ്ടീഷനോ അല്ലെങ്കിൽ റെയിനി കണ്ടീഷനാണെങ്കിൽ ലെവൽ 2 ട്രാക്ഷൻ കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പർ ട്രാക്ഷൻ കൺട്രോൾ അസിസ്റ്റൻസും ഉണ്ടാവും, ഡ്രൈവിംഗ് കംഫർട്ടും ഉണ്ടാവും.
സോ അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. ട്രാക്ഷൻ കൺട്രോൾ അത്യാവശ്യം ഓഫ് റോഡിങ് സിറ്റുവേഷനിൽ മാത്രമേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ്ലി ഓണാക്കി വയ്ക്കുക. കാരണം പവറുള്ള വണ്ടിയാണ്. നമ്മൾ സാധാരണ ബൈക്കിൽ കൈ കൊടുക്കുന്ന കൈ കൊടുത്താൽ ചിലപ്പോൾ സ്ലിപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വേറൊരു നല്ല ഫീച്ചർ ഇതിൻ്റെ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇതൊരു ക്വിക്ക് ഷിഫ്റ്ററാണ്. സാധാരണ സ്പോർട്സ് ബൈക്സിനൊക്കെ ഒരു ആക്സസറി ആയിട്ടാണ് സാധാരണ പിടിപ്പിക്കാറുള്ളത്. പക്ഷേ ഇത് സുസുക്കി ഫാക്ടറിയിൽ നിന്ന് തന്നെ ക്വിക്ക് ഷിഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യാതെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. മെയിൻലി ഇത് റേസിംഗ് പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഹൈ സ്പീഡിലൊക്കെ ട്രാക്കിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഷിഫ്റ്റിംഗ് ടൈം ഒരുപാട് സമയമെടുക്കും. ഓരോ പ്രാവശ്യം ക്ലച്ച് പിടിച്ച് ഗിയർ മാറുമ്പോൾ ആ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ആ സെക്കൻഡ് ലോസ് ഇല്ലേ, അത് കുറയ്ക്കാൻ വേണ്ടി ക്ലച്ച് പിടിക്കാതെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഈ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത്. ഇത് ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററാണ്. പണ്ടത്തെ വണ്ടികളിൽ അപ്പ് ഷിഫ്റ്റ് ചെയ്യാനാണ് മെയിൻലി ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്തിരുന്നത്. ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല, കാരണം ഡൗൺ ഷിഫ്റ്റിംഗ് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിരുന്നു, ഹയർ സ്പീഡിൽ എഞ്ചിൻ കറങ്ങിയിരുന്നത്. പക്ഷേ ഇതിൽ ഇപ്പോൾ ബ്ലിപ്പ് അസിസ്റ്റ് ഉള്ളതുകൊണ്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യാനും ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. അതാണ് ഈ ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ ഫീച്ചർ. പക്ഷേ സ്ട്രീറ്റ് യൂസിൽ വരുമ്പോഴത്തേക്കും അതിന് കാര്യമായിട്ടുള്ള യൂട്ടിലിറ്റി ഇല്ല എന്ന് പറയാം. കാരണം നമ്മൾ ഒരുപാട് സ്പീഡിൽ ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷേ കംഫർട്ടബിളി യൂസ് ചെയ്യാം, ക്ലച്ച് ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ ചെയ്യാം. ഇനി അടുത്തത് ത്രോട്ടിൽ ബൈ വയറാണ്. ഇതിന് കേബിൾ അല്ല, ഇലക്ട്രോണിക് ത്രോട്ടിലാണ് ഉള്ളത്. സോ കേബിളിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓഫ് റോഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഈ കേബിൾ സ്നാപ്പ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല, ഇത് ബൈ വയർ ആയതുകൊണ്ട്. ഇതിൻ്റെ വേറെ നല്ലൊരു യൂസ്ഫുൾ ഫീച്ചർ ഇതിൻ്റെ ഈസി സ്റ്റാർട്ട് ഫീച്ചറാണ്. സാധാരണ നമ്മൾ ബൈക്ക് ക്രാങ്ക് ചെയ്യാൻ, ഇപ്പോൾ ഇലക്ട്രോണിക് സ്റ്റാർട്ടിൽ ബൈക്കിനെ ക്രാങ്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഞെക്കി പിടിക്കേണ്ടത്, അല്ലെങ്കിൽ പല പ്രാവശ്യം ഞെക്കേണ്ടി വരില്ലേ. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഒറ്റ പ്രാവശ്യം ക്രാങ്ക് ചെയ്താൽ പിന്നെ ബൈക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ക്രാങ്ക് ചെയ്തോളും. അതാണ് ഈ ഈസി സ്റ്റാർട്ട് ഫീച്ചറിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ്. സോ ഞെക്കി പിടിക്കേണ്ട ആവശ്യമില്ല. കോൾ സ്റ്റാർട്ടിലാണെങ്കിൽ തന്നെയും സ്റ്റാർട്ടാവുന്ന വരെ വണ്ടി തന്നെ ക്രാങ്ക് ചെയ്യും. അടുത്തതാണ് ഇതിൻ്റെ ക്ലച്ച് അസിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ലോ സ്പീഡ് ക്ലച്ച് അസിസ്റ്റ്. സാധാരണ ഈ ബിഗ് ബൈക്സിലൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റോളിംഗ് ആണ്. നമ്മൾ വണ്ടി ഇപ്പോൾ ഇത്രയും വലിയ കപ്പാസിറ്റി ആയതുകൊണ്ട് വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റോളായി പോകും. പക്ഷേ ഇതിൽ ഓൾറെഡി ഒരു സ്ലിപ്പർ ക്ലച്ച് ഉള്ളത് കൊണ്ട് സ്റ്റോളിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. അത് നമ്മൾ പതുക്കെ ഈസ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഒരു ക്ലച്ച് അസിസ്റ്റ് ബൈക്ക് തന്നെ തരും. ഞാൻ തന്നെ സിറ്റിയിൽ പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടും നമ്മൾ സംശയം തോന്നുന്നു സ്റ്റോളായി പോകുന്നു, പക്ഷേ വണ്ടി സ്റ്റോൾ ആവില്ല. ഓട്ടോമാറ്റിക്കലി അവൻ തന്നെ പിക്കപ്പ് ചെയ്ത് കയറി വന്നോളും, ഓഫായി പോവാതെ. സോ ആ ക്ലച്ച് അസിസ്റ്റ് ശരിക്കും സിറ്റി റൈഡിങ്ങിൽ പ്രത്യേകിച്ച് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ഇലക്ട്രോണിക് എയ്ഡ്സ്. അത്ര ഹെവി കോംപ്ലിക്കേഷനുള്ള ഇലക്ട്രോണിക് എയ്ഡ്സ് അല്ല. സോ റൈഡ് പോകുമ്പോൾ ശരിക്കും ഉപകാരമുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞ ക്വിക്ക് ഷിഫ്റ്ററും അതുപോലെ തന്നെ ഈ ക്ലച്ച് അസിസ്റ്റും ട്രാക്ഷൻ കൺട്രോളും റൈഡ് മോഡ്സ് എല്ലാം. സോ അതെല്ലാം ബേസിക് ഫീച്ചേഴ്സ് എല്ലാം സുസുക്കി ഇതിൽ ഒരു അഡ്വഞ്ചർ ബൈക്ക് എന്ന രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വർക്ക്സ് ബ്യൂട്ടിഫുള്ളി. 800D ഒരു പുതിയ ബൈക്കാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം പുതിയതാണ്, ഇതിൻ്റെ എൻജിൻ പുതിയതാണ്, ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പുതിയതാണ്. ഈ 800Dയുടെ കൂടെ മറ്റ് 3 ബൈക്സും കൂടെ സുസുക്കി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സെയിം എൻജിൻ വെച്ചിട്ട്, ഈ 776cc എൻജിൻ വെച്ചിട്ട് 4 വ്യത്യസ്ത ബൈക്കുകളുള്ളത്. അതായത് ഒന്ന് ഇതിൻ്റെ സ്പോർട്സ് വേർഷനാണ്, GSX 8R. GSX 8R ഒരു CBR ഒക്കെ പോലത്തെ ഒരു സ്പോർട്സ് ബൈക്കാണ്. അതിൻ്റെ തന്നെ ഒരു നേക്കഡ് വേർഷൻ ഉണ്ട്, GSX 8S. ആ നേക്കഡ് വേർഷൻ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു urban FZ പോലത്തെയൊക്കെ കാറ്റഗറിയിൽ വരുന്ന ബൈക്സാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഈ പറഞ്ഞ 800DE. DE എന്ന് പറഞ്ഞാൽ ഡേർട്ട് എഡിഷൻ എന്നാണ്, ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി സ്പോക്ക് വീലുള്ള വേർഷൻ. പിന്നെയുള്ളത് 800RE ആണ്. അത് RE എന്ന് പറഞ്ഞാൽ റോഡ് എഡിഷൻ, കുറച്ചും കൂടെ ഹൈവേ ക്രൂസിങ്ങിന് വേണ്ടിയിട്ടുള്ള അലോയ് വീൽസ് ഒക്കെ ഉള്ള വേർഷൻ. അതിൻ്റെ സസ്പെൻഷൻ്റെ ജോമെട്രിക്കും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. സോ 4 ഡിഫറെൻറ്റ് വണ്ടികളാണ്, പക്ഷേ അൾട്ടിമേറ്റ്ലി സെയിം എഞ്ചിനാണ്. ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ട്യൂണും ഡിഫറെൻറ്റ് ഡൈനാമിക്സാണ് ഉള്ളത്. ഇനി നമുക്ക് വിസ്റ്റോമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലേക്ക് വരാം, ഇതിൻ്റെ എൻജിൻ. ഇത് ഒരു 270° ക്രാങ്ക് ലേ ഔട്ടുള്ള എഞ്ചിനാണ്. സോ വിച്ച് ഇസ് വെരി സ്പെഷ്യൽ. ഇന്നത്തെ മോഡേൺ ബൈക്സിൻ്റെ മിക്കതിൻ്റെയും 270° ക്രാങ്ക് ലേ ഔട്ടാണ്. അത് എന്തുകൊണ്ടാണ് എന്ന കാര്യം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഈ ഇഗ്നിഷൻ സൈക്കിളിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ കമ്പഷൻ സൈക്കിളിനെ കുറിച്ച് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. എങ്ങനെയാണ് ഒരു സിലിണ്ടർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന കാര്യമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണത്. ബേസിക്കലി 4 സ്ട്രോക്കിന് 4 സൈക്കിളാണുള്ളത്. ഒന്ന് അതിൻ്റെ ഇൻടേക്ക് സൈക്കിൾ, ഈ എയർ ഫ്യൂവൽ മിക്സർ ഈ സിലിണ്ടറിനകത്തോട്ട് വരുന്ന പ്രോസസ്സും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സൈക്കിളാണ് കംപ്രഷൻ സൈക്കിൾ. ഈ എയർ ഫ്യൂവൽ മിക്സറിനെ കംപ്രസ് ചെയ്യും അത് കത്തിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ അതിൻ്റെ കമ്പഷൻ സൈക്കിളാണ്. ഈ സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് വന്ന് ഈ കംപ്രസ് ചെയ്ത എയർ ഫ്യൂവൽ മിക്സർ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കുന്ന ആ എക്സ്പ്ലോഷൻ്റെ ഫോഴ്സിൽ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് താഴത്തേക്ക് വരും. ആ ഫയറിംഗ് ഓർഡറിലാണ് ഈ വരുന്ന പവർ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഫോഴ്സിൽ ക്രാങ്ക് ഷാഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതാണ് ഡ്രൈവ് ചെയ്യുന്നത് ഫോഴ്സിനെ. സോ ആ ഫോഴ്സിൽ ക്രാങ്ക് ഷാഫ്റ്റ് താഴത്തേക്ക് വരും. അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഈ എക്സ്പ്ലോഷന് ശേഷം വരുന്ന എക്സോസ്റ്റ് ഫ്യൂംസിനെ പുറത്തേക്ക് കളയുക, അതായത് എക്സോസ്റ്റ് സൈക്കിൾ. സോ 4 എണ്ണമാണ്: ഇൻടേക്ക്, കംപ്രഷൻ, കമ്പഷൻ ആൻഡ് എക്സോസ്റ്റ്. സോ ഇതിന് മെയിനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ പിസ്റ്റൺസും അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റുമാണ്. ഈ പിസ്റ്റൻ്റെ പൊസിഷനും ഈ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് വളരെയധികം ബന്ധമുണ്ട്.
ഫോർ എക്സാമ്പിൾ 360 ഡിഗ്രി ക്രാങ്ക് പൊസിഷൻ ഉണ്ട്. അതായത് രണ്ട് പിസ്റ്റൻസും ഒരേ സമയം മുകളിൽ നിന്ന് താഴത്തേക്ക് വരും. അതുപോലെ തന്നെ ഒരുമിച്ച് മുകളിലും താഴത്തേക്ക് പോകുന്നതിനാണ് ഈ 360 ഡിഗ്രി സൈക്കിൾ എന്ന് പറയുന്നത്. അത് പഴയ ബൈക്സ്, പഴയ ട്രയംഫ് ബൈക്സിലൊക്കെയാണ് ഇത് മെയിനായിട്ട് ഉണ്ടാവുക. സോ ഇൻ എഫക്റ്റ് ഒരു പാരലൽ ട്വിൻ എഞ്ചിൻ ആണെങ്കിലും കൂടി അത് ഒരു വലിയ സിംഗിൾ സിലിണ്ടറിനെ പോലെ ഫംഗ്ഷൻ ചെയ്യും. കാരണം ഒരേ സമയത്ത് സിലിണ്ടർ മുകളിലേക്കും താഴത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം അല്ല. അടുത്ത ക്രാങ്ക് ലേ ഔട്ടാണ് 180 ഡിഗ്രി ക്രാങ്ക് ലേ ഔട്ട്. അതായത് ഇതിൽ സിലിണ്ടറിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഈ പിസ്റ്റൺ ട്രാവലിൽ ഒരു ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, TDC. അതുപോലെ തന്നെ ഒരു ബോട്ടം ഡെഡ് സെൻറ്ററും ഉണ്ട് ഈ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്നത്. സോ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള പോയിന്റാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്, ആൻഡ് താഴത്തുള്ള പോയിന്റാണ് ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. 180 ഡിഗ്രി വരുമ്പോൾ ഒരെണ്ണം TDCയിലും ഒരെണ്ണം BDCയിലും ആയിരിക്കും. ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെ ആയിരിക്കും. അങ്ങനെയായിരിക്കും ഈ സിലിണ്ടേഴ്സ് ട്രാവൽ ചെയ്യുക. സോ അതിൽ പവർ കുറച്ച് ഹയർ RPMലേക്കും ജനറേറ്റ് ചെയ്യുക. സ്പോർട്സ് ബൈക്കിലേക്ക് സാധാരണ 180 ഡിഗ്രി വരാറുണ്ട്. ഇനിയാണ് നമ്മുടെ വണ്ടിയിലുള്ള 270 ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റ് ലേ ഔട്ട്. അതായത് ഒരു സിലിണ്ടർ നമ്മുടെ ടോപ്പ് ഡെഡ് സെൻറ്ററിലാണെങ്കിലും മറ്റേ സിലിണ്ടർ ബോട്ടം ഡെഡ് സെൻറ്ററിലായിരിക്കില്ല, ഇതിൻ്റെ നടുക്കുള്ള പോയിന്റിലായിരിക്കും. സോ സൈമിൾട്ടേനിയസ്ലി ഒരു സിലിണ്ടറും നിൽക്കുന്നില്ല, കോൺസ്റ്റൻ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ എഫിഷ്യൻസിയും കുറച്ചും കൂടെ കൂടുതലാണ്, പവറും കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ജനറേറ്റ് ചെയ്യാനും പറ്റും. ഇന്നത്തെ പുതിയ സ്പോർട്സ് ബൈക്സിലും അതുപോലെ തന്നെ മിക്ക ഇതുപോലെ ടൂറിംഗ് ബൈക്സിലൊക്കെ ഈ 270 ഡിഗ്രി ക്രാങ്ക് ലേ ഔട്ടാണ് ഉള്ളത്, വിച്ച് ഇസ് കൺസിഡേർഡ് വെരി എഫിഷ്യൻറ്റ്. സോ ഇതിലും ഒരു 270 ഡിഗ്രി ക്രാങ്ക് ലേ ഔട്ടാണ് ഉള്ളത്. ആൻഡ് ദിസ് ഇസ് എ ഫൺ ടു റൈഡ് ADV. കാരണം ലോ എൻഡ് തന്നെ നല്ല ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കൈ കൊടുത്താൽ നല്ലോണം കയറുന്നുണ്ട്, പവറും ഡീസൻ്റായിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഹയർ RPMലേക്ക് പോകുമ്പോഴത്തേക്കും ശരിക്കും ആക്സലറേഷൻ വരുന്നുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 5000 RPM അല്ലെങ്കിൽ 6000 RPM കഴിയുമ്പോഴത്തേക്കും ചെറിയ വൈബ്സ് എനിക്ക് പെഗിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാത്രമേ അതിനകത്തൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ ആക്സലറേഷൻ ഇസ് വെരി ലീനിയർ ആൻഡ് ഇറ്റ്സ് വെരി ഫാസ്റ്റ്. കാരണം ഇതിൻ്റെ കമ്പാരിസൺ വരുന്നത് നമ്മുടെ നേരത്തെ ഉള്ള 650 ആയിട്ടാണ്. 650 കുറച്ചും കൂടെ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ടൂറിലായിരുന്നു. അതിനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും 800 വളരെയധികം അഗ്രസീവാണ്. ശരിക്കും ഒരു ഫൺ ടു റൈഡ് ADV ആണ് നമ്മുടെ 800DE. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ക്രോസ് പ്ലെയിൻ ബാലൻസർ എന്നുള്ളത് ഒരു പുതിയ ടെക്നോളജി സുസുക്കിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് വേൾഡ്സ് ഫസ്റ്റ് എന്നാണ് അവകാശപ്പെടുന്നത്. ആദ്യമായിട്ടൊരു പ്രൊഡക്ഷൻ മോട്ടോർ സൈക്കിളിൽ അവർ ഈ ടെക്നോളജിയെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതാണ് സുസുക്കി ക്ലെയിം ചെയ്യണേ. സോ എന്താണെന്ന് വെച്ചാൽ സുസുക്കി ക്രോസ് പ്ലെയിൻ ബാലൻസർ എന്ന് പറയുന്നൊരു ഫീച്ചറാണത്. അതായത് ഈ എൻജിനിൽ 2 ബാലൻസേഴ്സ് ഉണ്ട് അഡീഷണലായിട്ട്. അതായത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിനോട് ഒരു 90 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന 2 ബാലൻസേഴ്സ്. അതിൽ ഒരു ബാലൻസർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സിംഗിൾ സിലിണ്ടറിൻ്റെ പ്രൈമറി വൈബ്രേഷൻസിനെ ഈവൻ ഔട്ട് ചെയ്ത് കളയും. ആ വൈബ്രേഷൻസിനെ ഇത് ബാലൻസ് ചെയ്യും. രണ്ടാമത്തെ ബാലൻസർ സെക്കൻഡ് സിലിണ്ടർ, ഈ പാരലൽ ട്വിന്നിലെ രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ വൈബ്രേഷൻസിനെ ബാലൻസ് ചെയ്യും. ഇനി വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ബാലൻസറും ഈ 270 ഡിഗ്രി ക്രാങ്ക് ലേ ഔട്ട് ഉള്ളത് കൊണ്ട് ഈ 270 ക്രാങ്ക് ലേ ഔട്ട് ഇതിൻ്റെ സെക്കൻഡറി വൈബ്രേഷൻസിനെയും ബാലൻസ് ഔട്ട് ചെയ്ത് കളയും. സോ എൻജിൻ വളരെ സ്മൂത്ത് ആയിരിക്കും, മെജോറിറ്റി ഓഫ് ദ ടൈം വൈബ് ഫ്രീ ആയിരിക്കും. സോ അവർ ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ വേൾഡ്സ് ഫസ്റ്റ് ബൈക്ക് ടു കം വിത്ത് സുസുക്കി ക്രോസ് പ്ലെയിൻ ബാലൻസർ എന്നാണ്. ആൻഡ് ഇറ്റ് വർക്ക്സ്, ഇറ്റ്സ് വെരി സ്മൂത്ത്, പറയേണ്ട വിഷയമില്ല. ഈ എൻജിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 83 bhp ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 8500 RPMലാണ് പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 78 Nm ടോർക്ക് ഉണ്ട്. അത് ഏകദേശം ഒരു 6500 to 6800 RPMൽ അത് പ്രൊഡ്യൂസ് ചെയ്യും. പാരലൽ ട്വിൻ എഞ്ചിനാണ്. അതിൻ്റെ 2 എക്സോസ്റ്റ് ഔട്ട്ലെറ്റ് വന്നിട്ട് ഒരു സിംഗിൾ എക്സോസ്റ്റിലേക്കാണ് വരുന്നത്. സോ ഇറ്റ് ലുക്സ് നൈസ്, കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ സീറ്റ് ഹൈറ്റാണ്, അത്യാവശ്യം ടോൾ ആയിട്ടുള്ള സീറ്റ് ഹൈറ്റാണ്. അത് ഞാൻ ഗുഡ് ബാഡ് അഗ്ലിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഗ്രൗണ്ട് ക്ലിയറൻസ് അഗൈൻ ഷോക്ക് ട്രാവൽ പോലെ തന്നെ സെയിം നമ്പറാണ്. ഒരു 220 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഒരു അലൂമിനിയത്തിൻ്റെ ബാഷ് പ്ലേറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ എഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. സ്റ്റോക്കായിട്ട് പ്ലാസ്റ്റിക് ബാഷ് പ്ലേറ്റ്സാണ് വരുന്നത്, പക്ഷേ ഇത് അവരുടെ സുസുക്കിയുടെ OE ആക്സറിയാണ്. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു പ്രീലോഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ പറ്റും. നേരത്തെ ഫ്രണ്ട് സസ്പെൻഷൻ പോലെ തന്നെ റിയർ സസ്പെൻഷൻ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഈ ലിവർ വെച്ചിട്ട് നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ പിലിയൻ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ലഗേജ്, ഇപ്പോൾ ഇവിടെയൊക്കെ ലഗേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ ഡൈനാമിക്സ് മാറും. സോ നമുക്ക് വണ്ടിയുടെ വെയിറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ റൈഡേഴ്സിൻ്റെ വെയിറ്റും എല്ലാ കാര്യങ്ങളും ലോഡും വെച്ചിട്ട് നമുക്ക് ഈ ഷോക്കിന് ട്രാവലിനെയും അതിൻ്റെ സ്റ്റിഫ്നെസ്സിനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പ്രീലോഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രീലോഡിനെ എനിക്ക് തോന്നുന്നു 4-5 സെറ്റിംഗ് ഉണ്ട് പ്രീലോഡിന്. ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയില്ല. സോ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെൻറ്റ്. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ LED ടെയിൽ ലാംപ്സാണ് ഉള്ളത്. ഒരു നീറ്റായിട്ടുള്ള ഒരു ടൈഡി ലുക്ക് സ്റ്റോക്കായിട്ട് തന്നെ വരുന്നൊരു ഡിസൈനായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് പ്രൊട്രൂഷൻസും കാര്യങ്ങളൊന്നുമില്ല, ടൈറ്റായിട്ട് നീറ്റായിട്ടുള്ള ഫീലാണുള്ളത്. ആൻഡ് വീൽസ് ഡൺലപ്പിൻ്റെ വീലാണ്, അത്യാവശ്യം ഗ്രിപ്പിയാണ്. നോബി ടയേഴ്സാണ്, ആസ് എൻ പ്രോപ്പർ മഡ് ടയർ പോലെയല്ല, പക്ഷേ ഒരു ഡ്യുവൽ പർപ്പസ് 80 ടയർ പോലെയായി ഫീൽ ചെയ്തത്. റിയറിൽ 17 ഇഞ്ച് റിമാണ്, ഫ്രണ്ടിൽ 21 ഇഞ്ച് റിംസാണ് ഉള്ളത്. സോ ഓവറോൾ ഒരു ഫുൾ സൈസ് ADV എന്ന് തന്നെ നമുക്ക്
നമ്മുടെ സുസുക്കി 800DE വിളിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇസ് ബാഡാസ്. ഇന്ത്യയിൽ ADV പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ടൂറിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് ലോങ് ഡിസ്റ്റൻസ്, ഒരു ദിവസം 10-500 കിലോമീറ്ററൊക്കെ നല്ല സുഖമായിട്ട് ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ 800DE ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആണ്. കാരണം എക്സ്ട്രീംലി കംഫർട്ടബിൾ ആയിട്ടൊരു റൈഡിങ് പൊസിഷനാണ് 800DEക്ക് ഉള്ളത്. ലോങ് വീൽ ബേസ് ആണ്, റേക്ക് ഒരു ലോങ് റേക്കാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ബാർസ് ഒക്കെ നല്ല വൈഡാണ്. സോ ഒരു റൈഡിങ് പൊസിഷൻ തന്നെ നമുക്ക് ഭയങ്കരധികം ഒരു SUV ഫീലാണ്. കാരണം ഇത്രയും പൊങ്ങിയായിരിക്കണം. ഓൾമോസ്റ്റ് ഇപ്പോൾ ക്രെറ്റയുടെ ഒരു റൂഫ് ഹൈറ്റ് ഉണ്ട് ഞാൻ എൻ്റെ തല വരുമ്പോഴത്തേക്കും. സോ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. നമ്മുടെ ഒരു റൈഡർ ട്രയാങ്കിൾ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ്, കാലിലൊന്നും സ്ട്രെയിൻ ഇല്ല. അപ്പുറം നമ്മുടെ ബാക്കും നല്ലോണം സപ്പോർട്ടഡ് ആണ്. സീറ്റിനും അത്യാവശ്യം വിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് എൻ്റെ വണ്ണത്തിന് അത് കംഫർട്ടബിൾ ആണ്. പിന്നെ ഒരു വലിയൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ വെയിറ്റ് 230 കിലോഗ്രാമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ബൈക്കിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലാണ് ഈ 230 kg എന്ന് പറഞ്ഞത്. പക്ഷേ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ വെയിറ്റ് ഒട്ടും ഫീൽ ചെയ്യില്ല. കാരണം വളരെയധികം മാനോവറബിൾ ആയിട്ടുള്ള കണ്ടത്, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ നമ്മളിനിയിപ്പോൾ എണീറ്റ് നിന്ന് ഓടിക്കുകയാണെങ്കിലും ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് തരുന്നൊരു ഹാൻഡ്ലിംഗ് ആണ് നമ്മുടെ 800-നുള്ളത്. ബ്രേക്കിംഗ് ഇസ് വെരി ഗുഡ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെറിയൊരു ഡൈവേ ഉള്ളൂ, പക്ഷേ അത് നമുക്ക് മാനേജബിൾ ആണ്. ഒട്ടും നമുക്കൊരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് അല്ല, സോളിഡ് ബ്രേക്കിംഗ് ആണ്. സോ ഓവറോൾ ഒരു പ്രോപ്പർ സുസുക്കിയാണ് നമ്മുടെ 800DE. കാരണം കംഫർട്ടബിൾ റൈഡാണ്, റിലയബിൾ ആണ്. കാരണം എന്താ പറയുക, വണ്ടികളിലെ ബൈക്കുകളിലെ ടൊയോട്ട എന്ന് വേണമെങ്കിൽ സുസുക്കി വിളിക്കാം. കാരണം അത്രയും റിലയബിൾ ആണ് സുസുക്കിയുടെ എൻജിൻസ്. കാരണം ഇതൊന്നും ഒരിക്കലും അതിൻ്റെ ഫുള്ളി സ്ട്രെസ് ചെയ്തിട്ടുള്ള എഞ്ചിനല്ല. 83 BHP ഇത്രയും പൊട്ടൻഷ്യൽ എഞ്ചിനിൽ അവർ 83 BHP എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് പൊട്ടൻഷ്യൽ ബാക്കിയുണ്ട് ഈ എഞ്ചിന്. പക്ഷേ അതുകൊണ്ട് എഞ്ചിൻ വളരെ റിലാക്സ്ഡ് ആണ്. പിന്നെ ചെറിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹൈ കംപ്രഷൻ റേഷ്യോ എഞ്ചിൻ ആയതുകൊണ്ട് നല്ല രീതിയിൽ സിറ്റിയിലാണെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് കാലിലേക്ക് അടിക്കും. അത് സാധാരണ സുസുക്കിക്ക് അങ്ങനെ ഹീറ്റ് വരാത്തതാണ്. പക്ഷേ മേ ബി ഈ എഞ്ചിൻ്റെ ഒരു ഡിസൈൻ പ്രത്യേകതയായിരിക്കാം. നല്ല ഹീറ്റ്. ഇപ്പോൾ ഇന്ന് നല്ല തണുപ്പുള്ള ദിവസം, ഇന്ന് നല്ല മഴയൊക്കെയാണ് അടഞ്ഞു നിൽക്കുന്ന ദിവസമായിട്ടും സിറ്റിയിൽ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ഓടിക്കുമ്പോൾ കാലിൽ ഹീറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ, ഓപ്പൺ റോഡായി കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ ആ ഹീറ്റ് വാനിഷായി പോകുന്നുണ്ട്. സോ അല്ലാതെ വേറൊരു കുഴപ്പം പറയാനില്ല. പിന്നെ ക്വിക്ക് ഷിഫ്റ്ററാണ്, ഈസി ആയിട്ട് ഇപ്പോൾ ക്ലച്ച് വേണ്ട, അല്ലാണ്ട് തന്നെ അപ്പ് ഷിഫ്റ്റ് ചെയ്യാം, ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം, നോ പ്രോബ്ലം. അതിന് ഒരു നോക്കിങ്ങോ അല്ലെങ്കിൽ അതിന് റെസിസ്റ്റൻസോ ഒന്നുമില്ല. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിൻഡ് പ്രൊട്ടക്ഷൻ ആണ്. സാധാരണ ഹൈ സ്പീഡിൽ പോകുമ്പോൾ വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ വിൻഷീൽഡ് അല്ല, ഇത് ആക്സസറി വിൻഷീൽഡാണ്, കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ്. ഇതിന്ന് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വിൻഡ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ തലയുടെ മോളിക്കൂടെയാണ് കാറ്റ് പോകുന്നത്. അല്ലാതെ സ്റ്റോക്ക് വിൻഡ് പ്രൊട്ടക്ഷൻ അത്ര ആഡിക്വേറ്റ് എനിക്ക് തോന്നിയില്ല വേറെ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ. ബട്ട് ദിസ് ഇസ് പെർഫെക്റ്റ്. ഓവറോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ക്വാളിറ്റിയാണ്. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ്ടേ, എത്രയാണ് മൈലേജ് എന്നുള്ളത്. ഇത് പറഞ്ഞില്ല 800cc ആണ്, 83 BHP ആണ്, 230 കിലോളം വെയിറ്റ് ഉണ്ട്. സോ മൈലേജ് ഇസ് അറൗണ്ട് ഒരു 18 to 19 km/ലിറ്റർ, 20-ന് താഴെ എന്ന് വിചാരിച്ചാൽ മതി. ശരിക്കും എൻ്റെ എക്സോസ്റ്റ് നോട്ട് ഭയങ്കര രസമായി കേൾക്കാൻ. ഒരു V12 എഞ്ചിൻ്റെ റമ്പിൾ പോലെയാണ്. ഒരു പാരലൽ ട്വിൻ എന്ന് ഫീൽ ചെയ്യില്ല. ശരിക്കും ഒരു V12 എഞ്ചിൻ്റെയൊക്കെ എന്നുള്ള ഒരു തമ്പുണ്ടല്ലോ. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഇൻ്റർസെപ്റ്ററിൽ ഒരു എക്സോസ്റ്റ് ഒക്കെ മാറ്റുമ്പോഴുള്ളൊരു ഫീലില്ലേ, ആ ഒരു ഗ്രൗളില്ലേ, അതുപോലത്തെ ഒരു സിമിലർ ഗ്രൗളാണ് ഇതിന് സ്റ്റോക്കായിട്ട് വരുന്നത്. ഭയങ്കര രസമായി കേൾക്കാൻ. അതായത് ലോങ് റൈഡ് പോകുമ്പോൾ ശരിക്കും അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഹൈവേയിൽ ഒരുപാട് ഓടിച്ചു, സിറ്റിയിൽ അത്യാവശ്യം ഓടിച്ചു, ഒരു ഫീല് കിട്ടി. ഇനി നമുക്ക് ഓഫ് റോഡ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓഫ് റോഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. ഒരു ടൂറർ എന്ന രീതിയിൽ ഇറ്റ്സ് പെർഫെക്റ്റ്. വെയിറ്റ് ഒന്നും ഒരു പ്രശ്നമല്ല, കംഫർട്ടബിൾ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഓടിക്കാം. ഇനിയിപ്പോൾ ഫുഡ് പാക്കിൽ എണീറ്റ് ഓടിക്കണമെങ്കിൽ അങ്ങനെ ഓടിക്കാം. നല്ല പെർഫോമൻസ് ആണ്, നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല. പക്ഷേ ഇനി അറിയേണ്ടത് ഇത് ശരിക്കും ടെസ്റ്റാണ്, the off-road test. So let's go to a track. Wow.
നമ്മുടെ വിസ്റ്റോം 800ൻ്റെ ഓഫ് റോഡ് കേപ്പബിൾ ടെസ്റ്റ് ചെയ്യാൻ നമ്മളിന്ന് പോയത് വുൾഫ് ട്രെയിൽസ് എന്ന് പറഞ്ഞ ഫെസിലിറ്റിയിലാണ്. ഉഗ്രം ഫെസിലിറ്റിയാണ്, ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഞാൻ കുറേ നാൾ കൂടി റൈഡിങ്ങിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഒരുപാട് റിസ്ക് ഞാൻ എടുത്തില്ല. എന്നെക്കൊണ്ട് പറ്റാവുന്ന മൈൽഡ് ഓഫ് റോഡിങ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. നമ്മുടെ മെയിൻ ഉദ്ദേശം വണ്ടിയുടെ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആൻഡ് ഇറ്റ് കെയിം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. നമ്മുടെ റാം ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ബോട്ടം സ്ക്രേപ്പ് ചെയ്തില്ല, ബോട്ടം ഔട്ട് ചെയ്തില്ല. ഒരു റാമ്പിൽ ഞാൻ വിചാരിച്ചു ബോട്ടം ഔട്ട് ചെയ്യുന്നു, പക്ഷേ കൂളായിട്ട് പുള്ളി ക്ലിയർ ചെയ്ത് വന്നു. അതുപോലെ തന്നെ സ്ലഷിൽ കയറിയപ്പോഴും ആ ട്രാക്ഷൻ കൺട്രോൾ കറക്റ്റായിട്ട് ഇൻ്റർവ്യൂൻ ചെയ്ത് നമ്മുടെ ട്രാക്ഷൻ കൺട്രോളിനെ കൊണ്ട് ശല്യം ഉണ്ടായില്ല, കറക്റ്റായിട്ട് നമ്മളെ ആ സ്ലഷിൽ നിന്ന് സേഫായിട്ട് പുറത്തു കൊണ്ടുവന്നു. അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു ലിമിറ്റേഷൻ തോന്നി, അതായത് ടയർ റോട്ടിൽ നല്ല ഗ്രിപ്പ് വരുന്നുണ്ടെങ്കിലും ഈ സ്ലഷിലേക്ക് പോയപ്പോൾ ടയറിൻ്റെ ചെറിയ ലിമിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്തു. സോ നിങ്ങൾ സീരിയസ് ഓഫ് റോഡിങ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു ടയർ അപ്ഗ്രേഡ് ഡെഫിനറ്റ്ലി വിൽ ബി ഹെൽപ്ഫുൾ. റോഡ് യൂസിന് ഇറ്റ്സ് പെർഫെക്റ്റ്, പക്ഷേ സ്ലഷ് പോയപ്പോൾ ആ ടയറിൻ്റെ ട്രാക്ഷൻ്റെ ലിമിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. പക്ഷേ again ഞാൻ പറഞ്ഞു അതിൻ്റെ ചലഞ്ചിങ് ട്രാക്കുകളിലേക്ക് ഞാൻ പോയിട്ടില്ല, പക്ഷേ ദ ബൈക്ക് വാസ് ജസ്റ്റ് ബ്രില്യൻറ്റ്. അപ്പോൾ നമ്മുടെ വിസ്റ്റോം 800Dയുടെ കംപ്ലീറ്റ് ടെസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗുഡ് ബാഡ് അഗ്ലി കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം. ആദ്യം ഗുഡ് നമുക്ക് നോക്കാം. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ യൂസബിലിറ്റിയാണ്. ഇതിനെ നമുക്ക് സിറ്റിയിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും കംഫർട്ടബിളി റൈഡ് ചെയ്യാൻ പറ്റും. വളരെയധികം അജൈലാണ്. ആ വെയിറ്റ് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മൂവ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷാസി അത്രയും നല്ല വെൽ ഡിസൈൻ ഷാസി ആയതുകൊണ്ട് ശരിക്കും സിറ്റിയിലേക്ക് നമുക്ക് സാധാരണ ഒരു എന്താ പറയുക 150cc ബൈക്ക് ഓടിക്കുന്ന കംഫർട്ടോടുകൂടി തന്നെ നമുക്ക് ഈ ബൈക്കിനെ ഓടിക്കാൻ പറ്റും. യൂസബിലിറ്റി ഇസ് വൺ ബിഗ് അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. നമുക്ക് സുസൂക്കി എൻജിൻസ് നമുക്കറിയാം, അല്ലെങ്കിൽ റിഫൈൻഡ് എൻജിൻസ് ആണ്. പക്ഷേ ഞാൻ ഈ എൻജിൻ ഒരു ഹൈ കംപ്രഷൻ റേഷ്യോ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒരു റഫ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ നമ്മൾ കറക്റ്റ് ഗിയറിൽ ഓടിക്കുമ്പോൾ ഒരു റിഫൈൻഡ് ഫീലിംഗ് ആണുള്ളത്. പിന്നെ ഹയർ RPM പോകുമ്പോൾ ഫുഡ് പെഗിൽ ചെറിയ ബസ് കിട്ടുന്നുണ്ട്. അല്ലാതെ നമ്മൾ നോർമൽ സ്പീഡിൽ ഓടിക്കുമ്പോൾ ഇറ്റ്സ് വെരി റിഫൈൻഡ്. പിന്നെ റൈഡ് കംഫർട്ട്. ഇന്ന് രാവിലെ 8 മണിക്ക് നമ്മൾ ടെസ്റ്റ് തുടങ്ങിയതാണ്. ഇപ്പോൾ രാത്രി 9:15 ഒരു 8:30 തിരിച്ചു വന്നു. സോ ഓൾമോസ്റ്റ് 12 hours ഞാൻ ഈ ബൈക്ക് യൂസ് ചെയ്തു. പല ടെറൈൻസ് കൂടെ യൂസ് ചെയ്തു, ഇവൻ ഓഫ് റോഡ് വരെ ചെയ്തു. എന്നിട്ടും എനിക്ക് ബാക്ക് പെയിനോ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഓർക്കണം, ഞാൻ കുറേ നാൾ കൂടി ബൈക്കിങ്ങിനെ തിരിച്ചു വന്നേക്കാണ്. സോ വെരി കംഫർട്ടബിൾ. സസ്പെൻഷൻ ആണെങ്കിൽ ഭയങ്കര നല്ലതാണ്, ഷോക്സ് നല്ലതാണ്. കംഫർട്ട് വൈസ് ഇറ്റ്സ് 10 out of 10. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഇനി ബാഡിലേക്ക് വരാം, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. ഒന്ന്, ഇതിൻ്റെ വെയിറ്റ്. റൈഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ വണ്ടി അവിടെ നിർത്തി വെച്ചേക്കാണെങ്കിൽ എടുത്ത് മാറ്റാൻ ആ 240 കിലോ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. സ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലെങ്ങാനും പോയി ആ റാമ്പ് ഇത്തിരി താഴത്തേക്കാണെങ്കിൽ അവിടെ നിന്ന് ഇറക്കി എടുക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം നമുക്ക് വേണ്ടി വരും. ഒരു ചേട്ടൻ പുറകെ നിന്ന് വലിക്കണം ഇറക്കണമെങ്കിൽ, അല്ലാണ്ട് നമുക്ക് ഒരിക്കലും തന്നെ തള്ളി പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. അത് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. രണ്ടാമത്തൊരു വലിയ നെഗറ്റീവ്, സ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ട്യൂബ്ലെസ് ടയേഴ്സ് ഇല്ല എന്നുള്ളതാണ്. രസമുള്ള കാര്യം 650ക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ DEക്ക് ട്യൂബ്ലെസ് ടയർ അല്ല, ട്യൂബ് ടയറാണുള്ളത്. അതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഈ 800DEയുടെ പുറത്തുള്ള കസിൻ, അതായത് 800RE റോഡ് എഡിഷനും ട്യൂബ്ലെസ് ടയറാണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന 650ക്കും ട്യൂബ്ലെസ് ടയറാണ്. പക്ഷേ നമ്മുടെ 800DEക്ക് മാത്രം ട്യൂബ് ടയറാണുള്ളത്. സോ അത് ഒരു ചെറിയ പ്രോബ്ലമാണ്. കാരണം നമ്മുടെ നാട്ടിൽ പഞ്ചർ കിട്ടും, സ്പെഷ്യലി ടൂറിങ്ങിന് പോകുമ്പോൾ എന്തെങ്കിലും ആളിലൊക്കെ എവിടെയെങ്കിലൊക്കെ കാണും. അപ്പോൾ അതൊന്ന് മാറ്റാൻ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് ബാഡിലെ വേറൊരു കാര്യം. പിന്നെ സ്റ്റോക്ക് ഹെഡ് ലാംപ്സ് രാത്രി ഇന്ന് വന്നപ്പോൾ എനിക്ക് കുറച്ച് ഇന്നാഡിക്വേറ്റ് ആയിട്ട് തോന്നി. കാരണം മറ്റ് വണ്ടികൾ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ത്രോ അത്ര പോരാന്ന് തോന്നി. പക്ഷേ മിക്കവാറും ADV എടുക്കുന്ന എല്ലാവരും ഓക്സ് ലാംപ്സ് ഒക്കെ ആഡ് ചെയ്യും. സോ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമല്ല. അത് ഫാക്ടറി ഇതായിരിക്കണം ചിലപ്പോൾ സുസൂക്കി അങ്ങനെ ചെയ്തത്. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ആവായിരുന്നു ഒരു ബാഡ് ഫാക്ടർ നോക്കുമ്പോൾ. അടുത്തൊരു ചെറിയ ബാഡ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5'9'ഉം 5'10'ഉം ഇടയ്ക്കാണ്. എനിക്ക് ഒരു കാല് കൊണ്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുള്ളൂ, 2 കാലും ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 5'11" ഉള്ള ഒരാൾക്ക് 2 കാലും കംഫർട്ടബിളി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം. സോ കുറച്ചും കൂടെ ഷോർട്ടർ റൈഡേഴ്സിന് അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. പക്ഷേ ബിഗ് ബൈക്സ് ഓടിക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രശ്നമല്ല. ഒരിക്കൽ ആ ടെക്നീക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഇന്ന് തന്നെ എനിക്ക് ഹൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾക്ക് ഷോർട്ടർ സീറ്റ് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് നിങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞ സീറ്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓർഡർ ചെയ്യുകയും ചെയ്യാം. സോ അത് വലിയ പ്രശ്നമല്ല. പക്ഷേ ഓർത്തിരിക്കുക, 855 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. അത്യാവശ്യം ടോൾ ബൈക്കാണ്. ഇനി അഗ്ലി ആകെ ഒറ്റ പ്രശ്നം എനിക്ക് പറ്റിയുള്ളൂ, ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ്. അതായത് ഹൈവേയിൽ ഒരു തരത്തിലും ഹീറ്റിൻ്റെ പ്രോബ്ലം ഇല്ല. അങ്ങനെ ഒരു അങ്ങോട്ട് എഞ്ചിൻ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. പക്ഷേ ട്രാഫിക്കിൽ സിറ്റി കയറി കഴിഞ്ഞാൽ പുള്ളി നമ്മളെ അറിയിച്ചു തുടങ്ങും, ഓക്കെ ഞമ്മൾക്ക് ചൂടായി തുടങ്ങി എന്നുള്ളത്. അതും എറണാകുളത്ത് ട്രാഫിക് അറിയാലോ, പ്രത്യേകിച്ച് മഴ സമയത്ത്. ഞാൻ 1-2 ട്രാഫിക് ബ്ലോക്കിൽ ശരിക്കും പെട്ടുപോയി.
ഇങ്ങനെ ഫ്രൈ ചെയ്ത് 107 ഡിഗ്രി വരെ അതിൻ്റെ ടെമ്പറേച്ചർ പോയി. അപ്പോൾ നമുക്കിങ്ങനെ ഹീറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കറക്റ്റ് നമ്മുടെ കാലിൻ്റെ തൈസിൽ ഫീൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ വിസ്റ്റോം സിറ്റിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായാലും ഒരു ഹീറ്റ് ഷീൽഡ് റൈഡിങ് ഗിയർ യൂസ് ചെയ്യുക. ഹീറ്റ് ഷീൽഡ് ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ചൂടിന് പ്രശ്നം വരില്ല. പക്ഷേ എന്നെപ്പോലെ ജീൻസ് ഇട്ട് ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അൽഫാമായി കിട്ടും. അത് മാത്രമേ അഗ്ലി പറയാനുള്ളൂ, അല്ലാണ്ട് ഇറ്റ്സ് എ ബ്രില്യൻ ബൈക്ക്, നോ ഡൗട്ട്. ഇനി ഇവൻ്റെ പ്രൈസ്, നമ്മുടെ വിസ്റ്റോം 800DEയുടെ എക്സ് ഷോറൂം പ്രൈസ് ഏകദേശം 10.5 lakhs ആണ്. ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ ഏകദേശം 13.3 lakhs വരും. ഇനി ആരാണ് ഇതിൻ്റെ ഐഡിയൽ കസ്റ്റമർ, ഒരു ഐഡിയൽ ബയർ എന്ന് പറയുന്നത്? എൻ്റെ ഒപ്പീനിയനിൽ എന്നെ പോലത്തെ ഒരു ബയർ ആയിരിക്കും ഇതിൻ്റെ ഐഡിയൽ ബയർ എന്ന് പറയുന്നത്. കാരണം ഒരു mid-30s ഒക്കെ എത്തി നമുക്ക് കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ബൈക്കിംഗ് എക്സ്പീരിയൻസ് നോക്കുന്നവർക്ക് ദിസ് ഇസ് എ വെരി ഗുഡ് ചോയ്സ്. പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് സ്പോർട്സ് ബൈക്കും സൂപ്പർ സ്പോർട്ട് ബൈക്കുകളും നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, അല്ല അതിനോടാണ് നമുക്ക് കുറച്ച് അഫിനിറ്റി കൂടുതൽ പെർഫോമൻസിനും സ്റ്റൈലിനൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാനൊക്കെ നോക്കുന്നത് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി, അതിൻ്റെ കംഫർട്ട്, അതിൻ്റെ റിലയബിലിറ്റി, അത്തരം കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള എന്നാൽ ഫൺ ടു യൂസ് ആയിട്ടുള്ള ഒരു ADV ആണ് വേണ്ടെങ്കിൽ ദിസ് ഇസ് എ വെരി ഗുഡ് വാല്യൂ ഫോർ മണി ADV ദാറ്റ് യു കെൻ ബൈ റൈറ്റ് നൗ. കാരണം 13.3 lakhs എന്നുള്ളത് ഒരു നല്ലൊരു തുകയാണെങ്കിൽ തന്നെയും ഈ കാറ്റഗറിയിൽ അത് ADVs നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൾട്ടിസ്ട്രാഡ ആണെങ്കിൽ 20 lakhs മുകളിലേക്ക് പോകും. BMW GS ആണെങ്കിൽ അതും എഗൈൻ ഈ പറഞ്ഞ പോലെ ഒരു 20 to 30 lakhs പ്രൈസ് റേഞ്ചിൽ തന്നെ. സോ അതിന് സമാനമായിട്ടുള്ള പെർഫോമൻസും ഒരുപക്ഷെ അതിനേക്കാളും നല്ല റിലയബിലിറ്റിയും തരാവുന്ന ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ADV ആണ് നമ്മുടെ 800DE. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്തു, ഹൈവേ നോക്കി, സിറ്റി നോക്കി, ഓഫ് റോഡ് നോക്കി, എല്ലായിടത്തും അവൻ നന്നായിട്ട് പെർഫോം ചെയ്തു. ഐ ജസ്റ്റ് ലവ് ദിസ് മെഷീൻ. പിന്നെ ഒരു ഡിസ്ക്ലെയിമറും കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ചാനലാണ്. അപ്പോൾ ഞാൻ തന്നെ ഇന്നത്തെ റൈഡിൽ റൈഡിങ് ഗിയർ ഇട്ടിട്ടില്ല, ഹെൽമെറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ എപ്പോഴും റൈഡിങ് ഗിയർ ഇട്ട് ഓടിച്ചിരുന്ന ഒരാളാണ്. ഞാൻ കുറേ നാൾ മുമ്പ് ഞാനൊരു പ്രോപ്പർ ബൈക്കറായിരുന്നു, അത്യാവശ്യം നല്ലോണം റൈഡ് ചെയ്യുമായിരുന്നു, ഫുൾ കിറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 7-8 കൊല്ലമായിട്ട് ഞാൻ ബൈക്കിംഗ് സീനിൽ നിന്ന് മാറി നിൽക്കുകയാണ്, റൈഡ് ചെയ്യാറില്ല. അപ്പോൾ ഈ റൈഡിന് വേണ്ടി ഞാൻ റൈഡിങ് ഗിയർ ഇട്ട് നോക്കിയപ്പോൾ നമ്മുടെ മേലേപ്പറമ്പിൽ ആൺവീട്ടിലെ ജഗതിയുടെ അവസ്ഥയായിരുന്നു. എൻ്റെ അച്ചാ പാൻറ് എന്ന് പറയില്ലേ, ഒന്നും ഫിറ്റ് ആവുന്നില്ല. എൻ്റെ സൈസും മണ്ണൊക്കെ മാറിയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ പ്ലീസ് എക്സ്ക്യൂസ് മീ, ഈ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി വന്നുകൊണ്ടാണ്, അല്ലാണ്ട് സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടല്ല. നിങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ പ്ലീസ് യൂസ് എ റൈഡിങ് ഗിയർ, അതിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. ഞാൻ ഇന്ന് റൈഡിങ് ഗിയർ ഇട്ടിട്ടില്ല, ഐ എം വെരി സോറി. നമുക്ക് ഇനിയും കുറച്ചും കൂടെ കോണ്ടന്റ് കവർ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കാലാവസ്ഥ ഒട്ടും അനുകൂലമായിരുന്നില്ല. രാവിലെ തൊട്ടും മഴയായിരുന്നു, കുറേ മഴ നനഞ്ഞ് ഒരു വഴിയായി. എന്നാലും ഒരു നല്ല വീഡിയോ എടുക്കാൻ പറ്റി എന്നൊരു വിശ്വാസമുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും പറയണം. ആൻഡ് ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോന് യു ഗൈസ് ഗേവ് സോ മച്ച് ലവ്. ഐ ഷുഡ് താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഫെൽ താങ്ക് യു. ഒരുപാട് സന്തോഷമായി. നിങ്ങൾ തന്ന കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞ സെക്കൻഡ് വീഡിയോ ഉണ്ടാക്കാനുള്ള ധൈര്യം തന്നത്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഐ ലവ് യു ഓൾ.